നല്ല സ്ക്രിപ്റ്റ്, നല്ല കോമഡി, എടുത്തു പറയേണ്ടതാണ്. അടിപൊളിയാണ്, നിറയെ ചിരിക്കാനുണ്ട്. പിന്നെ സെന്റിമെന്റ്സ് ഉണ്ട്. പിന്നെ പ്രണയവും ജീവിതവും ഒക്കെ കൂടിക്കലർന്നു വരുന്ന വൈകാരികമായ മുഹൂർത്തങ്ങളായിട്ട് ഇങ്ങനെ ട്വിസ്റ്റുകളായിട്ട് കടന്നു വരുന്ന നല്ലൊരു ചിത്രമാണ് ഡ്രാഗൺ. സൂപ്പർ പടം ഉണ്ടാ. പ്രദീപ് രംഗനാഥൻ നായകനായിട്ട് അഭിനയിക്കുന്ന ഡ്രാഗൺ. ഇതിൽ സംവിധാനം അശ്വന്ത് മാരിമുത്തുവാണ്. 2020 ഓ മൈ കടൂളെ എന്ന് പറഞ്ഞ ചിത്രം സംവിധാനം ചെയ്ത സംവിധായകനാണ് അശ്വന്ത് മാരിമുത്തു. അടിപൊളിയായിട്ട് ഈ ചിത്രത്തിന്റെ രചനയും സംവിധാനവും അടിപൊളിയായിട്ട് നല്ല കൈയടക്കത്തോടു കൂടി തന്നെ സ്ക്രിപ്റ്റ് എഴുതി സൂപ്പർ ആക്കിയിട്ടുണ്ട് അദ്ദേഹം, അശ്വന്ത് മാരിമുത്തു. അടിപൊളി സൂപ്പർ പടമാണ് ഡ്രാഗൺ. ഇനി ഇതിന്റെ കഥാകാര്യങ്ങളിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇതിൽ കോളേജ് വിദ്യാർത്ഥി ആയിപ്പോൾ ഇത്തിരി ബാഡ് ബോയ് ആയി മാറിപ്പോയ പ്രദീപ് രംഗനാഥൻ രാഘവൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. കാരണം പുള്ളിക്കാരൻ +2 പഠിച്ച സമയത്ത് 96% മാർക്കൊക്കെ ഉണ്ടായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, കോളേജിലെത്തിയപ്പോൾ ഇത്തിരി ഉഴപ്പും കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ ആ ഒരു കഥ ഇത്ര ബോറടിപ്പിച്ചൊന്നല്ല കേട്ടോ കൊണ്ടുപോകണം. അടിപൊളിയായിട്ട് നമ്മളങ്ങോട്ട് ഫണ്ണായിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നീട് പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ പുള്ളിക്കാരൻ ഒരു പ്രണയത്തിലകപ്പെടുന്നു. ഒരു 6 വർഷത്തോളം നീണ്ടുപോകുന്ന പ്രണയം. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു വമ്പൻ തേപ്പ് കിട്ടുന്നു. പിന്നീട് അങ്ങനെ കടന്നു പോകുമ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ജോലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റി, വമ്പൻ ജോലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യാജരേഖ തയ്യാറാക്കിയെടുക്കുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ പറ്റും ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓരോ അനർത്ഥങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ രസകരമായ രീതിയിൽ ഇങ്ങനെ ട്വിസ്റ്റായിട്ട് കാണിച്ച് കിടിലോസ്കി ആയിട്ട് ഫസ്റ്റ് ഹാഫിനെക്കാളും സെക്കൻഡ് ഹാഫ് കിടിലിനാക്കി മാറ്റിയേക്കാണ്. പക്ഷെ എൻ്റെ മുന്നേ ഒരു ഫൺ ട്രെയിനാണ് പടം, അങ്ങനെ ചുരുക്കി പറയാൻ പറ്റും. കാരണം ലോജിക്കൊന്നും നോക്കണ്ട, ലോജിക്കേ ഇല്ല ഇതിൽ. ലോജിക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര കണക്റ്റ് ആവില്ല. ലോജിക്ക് ഇല്ലാത്ത ചിരിക്കാനായിട്ടുള്ള ഒരു അടിപൊളി സൂപ്പർ പടമാണിത്. അടിപൊളി. പിന്നെ ഇതിൽ എനിക്കൊരു കാര്യം തോന്നിയിട്ടാ, ലവ് ടുഡേയിൽ അഭിനയിച്ച നമ്മുടെ പ്രദീപ് രംഗനാഥിന് ഇതിൽ ചില സീനുകളിലൊക്കെ നമുക്ക് അതേപോലെ തന്നെ കാണാൻ പറ്റി. പക്ഷെ അങ്ങനെ ഒരു ചെറിയതായിട്ട് എനിക്ക് എൻ്റെ തോന്നലായിരിക്കാം. പക്ഷെ മുഴുവനായിട്ട് ചിത്രത്തിൽ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രദീപ് രംഗനാഥൻ പൊളിച്ചടിക്കുകയാണ് ഡ്രാഗണിൽ. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു മാനറിസങ്ങളൊക്കെ നമ്മുടെ ധനുഷിനെ പോലെയാണ്. ധനുഷിന് ഈ സിനിമയിൽ പറിച്ചു വെച്ച പോലെയാണ് പുള്ളിയുടെ അഭിനയം കാര്യങ്ങളും. ധനുഷിന്റെ പടമാണെന്ന് നമുക്ക് തോന്നിപ്പോയിട്ട് അമ്മാതിരിയുടെ അഭിനയം വരുന്നു പുള്ളിയുടെ. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കിടിലിനാക്കി പടം. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള താരങ്ങളെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. അനുഭവ് പരമേശ്വരൻ കീർത്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. പിന്നെ കയാദു ലോഹർ പല്ലവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. പിന്നെ പ്രിൻസിപ്പളായിട്ട് വരുന്ന മിഷ്കിൻ സൂപ്പറാക്കി മാറ്റി. അങ്ങേര് സംഭവമാണ് ഇതിൽ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹർഷദ് ഖാനും പിന്നെ അതുപോലെ VJ സിദ്ധു ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രദീപ് രംഗനാഥൻ്റെ കൂട്ടുകാരായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുട്ടി ഡ്രാഗനായിട്ട് വരുന്ന താരവും ബമ്പൻ അടിപൊളി സൂപ്പർ. ചിരിക്കാൻ നിറയുന്നുണ്ട് ഈ പടത്തിൽ. അത് സ്ക്രിപ്റ്റിൽ നല്ല രീതിയിൽ എഴുതി സൂപ്പറാക്കിയൊക്കെയാണ്. നമുക്കൊരു ബോറടി ഫീൽ ചെയ്യില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിയോൺ ജെയിംസിന്റെ പാട്ടുകൾ അടിപൊളി സൂപ്പറായിട്ട്, സംഗീതം സൂപ്പറാക്കിയൊക്കെയാണ്. പ്രദീപ് രാഘവന്റെ എഡിറ്റിംഗ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കൊറിയോഗ്രാഫി JD ആണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൊറിയോഗ്രാഫിയൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി സംഭവം കിടിലിനാക്കിയൊക്കെയാണ് ഡ്രാഗൺ. പിന്നെ അതേപോലെ തന്നെ 2.5 മണിക്കൂർ 35 മിനിറ്റുള്ള ഈ പടം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കൂല. അടിപൊളി പടമാണ്, നമുക്ക് സൂപ്പറായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രമാണ് അശ്വന്ത് മാരിമുത്തുവിന്റെ പ്രദീപ് രംഗനാഥന്റെ ഡ്രാഗൺ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.